നമ്മുടെ യു എയിൽ വന്നിട്ടുള്ള ലിവിങ് എക്സ്പെൻസ് എങ്ങനെ കുറയ്ക്കും എന്ന് ആലോചിച്ചിരിക്കണം കേട്ടോ എൻ്റെ ജോലി. ഞാനൊരു സൈഡിൽ കുറയ്ക്കാൻ നോക്കുമ്പോൾ എൻ്റെ മോൻ ഇതൊരു സൈഡിൽ നിന്ന് കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, എല്ലാ ദിവസവും നെസ്റ്റോയിലൊന്ന് പോകണം. നെസ്റ്റോയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായാലും അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാനുണ്ടായിരിക്കും. ഇപ്പോൾ സ്കൂളിൽ പോകണ കാരണം കൊണ്ട് അവൻ്റെ ആകെയുള്ള ഒരു എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെസ്റ്റോയിലൊന്ന് കൊണ്ടുപോകണം എന്നുള്ളതാണ് കേട്ടോ. അത് പിന്നെ നമ്മളങ്ങോട്ട് സാധിച്ചെടുക്കും. കാരണം സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നെസ്റ്റോ ഉള്ളത്. നമുക്ക് പോക്കത്ര ബുദ്ധിമുട്ടില്ലെങ്കിലും നമുക്ക് എക്സ്പെൻസാണ് വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത് കേട്ടോ. എന്തായാലും അതൊക്കെ മേടിച്ച് പിന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മേലൊക്കെ കഴുകി വിളക്കൊക്കെ വെച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് എന്തൊക്കെയോ പ്രാർത്ഥിക്കും കേട്ടോ. കുറച്ച് ശ്ലോകങ്ങളൊക്കെ അവനറിയാം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ ഫുഡ് ഉണ്ടാക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ഫുഡും കറികളൊക്കെ ഉണ്ട്. പക്ഷെ അവന് ഞാൻ രാത്രി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുക. കറിയൊന്നും ചിലപ്പോൾ അങ്ങനെ അവന് സെറ്റാവില്ല. അധികം കഞ്ഞിയാണ് ചിലപ്പോൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്ന ഒരു പണിയിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഈ ഒരു ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും കമൻസൊക്കെ പറയുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. പിന്നെ കാണുന്നവരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ കമൻ്റൊന്നും ഇട്ടില്ലെങ്കിലും എനിക്ക് നന്ദിയുണ്ട് കേട്ടോ. കാരണം എൻ്റെ ഈ ചാനലിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 4 വർഷമായി. പക്ഷേ ഞാനങ്ങനെ വീഡിയോസൊന്നും ഇപ്പോൾ കുറേ ആയിട്ട് ഇടാറില്ല. അപ്പം ഞാൻ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം നിങ്ങളങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴുള്ള എനിക്ക് വീഡിയോസൊക്കെ ഇടാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ കേട്ടോ. കാരണം അത് നല്ലൊരു ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എന്തോ ഒരു റിസ്ക് എടുത്തിട്ടാണ് ഓരോ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ മനസ്സിലാവണത്. അപ്പോൾ എന്തായാലും അവനുള്ള മുട്ടച്ചോറാണ് ഞാൻ ഉണ്ടാക്കിയത്. അതൊക്കെ സെറ്റായി കഴിഞ്ഞു. പിന്നെ അവൻ ആ സമയം കൊണ്ട് ഇരുന്ന് പഠിക്കാം കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കും. എഴുതാനുള്ള ഹോംവർക്കൊക്കെ ഒറ്റയ്ക്കിരുന്ന് ചെയ്യട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഞാൻ വേഗം സാമ്പാറിനുള്ള കഷ്ണങ്ങളും കൂടെ അരിഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം രാവിലെ ഇഡ്ഡലി സാമ്പാറാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവനെന്തായാലും കൊടുത്ത് വിടണ്ടേ, നേരത്തെ ഇപ്പോൾ റെഡി ആവണ്ട. അപ്പോൾ ഞാനെന്നാൽ അവനെ അതും കൂടെ അങ്ങോട്ട് സെറ്റാക്കി വെക്കാം. കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ അങ്ങോട്ട് കയറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇനി അവന് ഞാൻ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇനി ഇതൊരു അരമണിക്കൂർ എന്തായാലും ഇതിന് സമയം പോവും. പിന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം TV ഒക്കെ കണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബായ്.